പശ്ചിമേഷ്യയിലെ സുരക്ഷ വീണ്ടും വഷളാകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ, ഇറാഖ്, ലെബനൻ എന്നിവയുടെ വ്യോമപാതകൾ ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശം ലഭിച്ചു. മേഖലയിലെ സൈനിക സംഘർഷം ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയെ പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന പ്രസ്താവനയെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പുതിയ നീക്കം. മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ഭീഷണി, അപ്രതീക്ഷിത സൈനിക നടപടികൾ എന്നിവ വിമാനങ്ങൾക്ക് അപകട സാധ്യത സൃഷ്ടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിർദ്ദേശത്തെ തുടർന്ന് യൂറോപ്പിലെയും മറ്റ് രാജ്യങ്ങളിലെയും നിരവധി വിമാന കമ്പനികൾ സർവീസുകളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്തി തുടങ്ങി. നിലവിൽ ഇറാൻ, ഇറാഖ്, ലെബനൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കി കൂടുതൽ സുരക്ഷിതമായ പാതകളിലൂടെയാണ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. വ്യോമപാതകളിലെ ഈ മാറ്റം യാത്രാസമയം വർദ്ധിക്കാനും ഇന്ധന ചെലവ് കൂട്ടാനും ഇടയാക്കും. ദീർഘദൂര സർവീസുകളുടെ സമയക്രമത്തിനും ഇതനുസരിച്ച് മാറ്റം വരാൻ സാധ്യതകളുണ്ട്. യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് വിമാന കമ്പനികളുടെ പുതുക്കിയ ഷെഡ്യൂളും യാത്രാ വിവരങ്ങളും പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വീണ്ടും മൂർച്ഛിക്കുന്നതിനിടെ പുതിയ സൈനിക നീക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി അമേരിക്കയാണെന്നാണ് ഇറാൻ പറയുന്നത്. വാഷിംഗ്ടൺ മുൻപ് ഒപ്പുവെച്ച കരാറുകൾ ലംഘിച്ചതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി കുറ്റപ്പെടുത്തി. ദക്ഷിണ ഇറാനിൽ യുഎസ് നടത്തിയ വ്യോമാക്രമണങ്ങളും ഇറാനിയൻ എണ്ണക്കപ്പലുകൾക്ക് മേൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനവുമാണ് സ്ഥിതിഗതികൾ വഷളാക്കുന്നത്. ഇതോടൊപ്പം ലെബനനിൽ യുദ്ധം തുടരുകയും ചെയ്തതോടെ മുൻപുണ്ടാക്കിയ സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാന ശിലകൾ തകർന്നതായി ഇറാൻ വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള ശിക്ഷയാണ് പുതിയ സൈനിക നടപടിയെന്നാണ് യുഎസ് നൽകുന്ന വിശദീകരണവും. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലും കുവൈറ്റിലുമുള്ള 85 യുഎസ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതും വൻ ചർച്ചയായിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ UAE ശക്തമായി അപലപിക്കുകയും ചെയ്തു. സംഘർഷം ലഘൂകരിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ ഇറാന് സാധിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഖത്തർ, സൗദി അറേബ്യ കപ്പലുകൾക്ക് നേരെ ഹോർമസ് കടലിടുക്കിൽ വെച്ചുണ്ടായ ആക്രമണങ്ങൾ ഇതിന് തെളിവാണെന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേശകൻ എക്സിലൂടെ പ്രതികരിച്ചു. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിപ്പിച്ചതായാണ് അമേരിക്ക പറയുന്നത്. ഇറാനുമായി ഇനി സമാധാന ചർച്ചയ്ക്കില്ല എന്നും അതുകൊണ്ട് കാര്യമില്ല എന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ പിൻവലിച്ചതായി അറിയിച്ചതിനൊപ്പം ഹോർമുസിലെ കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി ഇറാന്റെ 80 കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും അമേരിക്ക അറിയിച്ചു. തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിലും ഖേഷം ദ്വീപിലും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ പ്രസ്താവനയുമായി എത്തിയത്. സമാധാന കരാറിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ ഉപരോധത്തിന് നൽകിയിരിക്കുന്ന ഇളവും യുഎസ് റദ്ദാക്കി. ട്രംപിന്റെ പുതിയ പ്രസ്താവന ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യൻ സമാധാനത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ രോഗികളാണെന്നും ക്രൂരന്മാരും അക്രമാസക്തരായ ആളുകളാണ് അവിടെ ഉള്ളതെന്നും ട്രംപ് ആരോപിക്കുന്നു. അവരുടെ കയ്യിൽ ആണവായുധമുണ്ടായിരുന്നുവെങ്കിൽ അതവർ നേരത്തെ പ്രയോഗിച്ചേനെയെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.